സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ദൈവം സർവ്വവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ക്ഷേത്രത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞത് സ്വാമി ആനന്ദ തീർത്ഥനാണ്. ദൈവം സർവ്വവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ക്ഷേത്രത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി ആനന്ദ തീർത്ഥൻ. തെർമോസ്ഫിയറിന് മുകളിലുള്ള അന്തരീക്ഷപാളി. തെർമോസ്ഫിയറിന് മുകളിലുള്ള അന്തരീക്ഷപാളിയാണ് എക്സോസ്ഫിയർ. തെർമോസ്ഫിയറിന് മുകളിലുള്ള അന്തരീക്ഷപാളിയാണ് എക്സോസ്ഫിയർ. 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത്. 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത്. 90-ാം ആണ്ട് സമരത്തിന്റെ മറ്റൊരു പേരാണ് ഊരൂട്ടമ്പലം ലഹള. ഊരൂട്ടമ്പലം ലഹള എന്നറിയപ്പെട്ടത് ഏതാണ്? 90-ാം ആണ്ട് സമരമാണ് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. നോൺ കോൺഗ്രസിസം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ്. നോൺ കോൺഗ്രസിസം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് റാം മനോഹർ ലോഹ്യയാണ്. റാം മനോഹർ ലോഹ്യയാണ് നോൺ കോൺഗ്രസിസം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ്. ധൻരാജ് പിള്ള ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധൻരാജ് പിള്ള ഹോക്കിയാണ്. ഹോക്കി. ധൻരാജ് പിള്ള ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. ധവളഗിരി പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ധവളഗിരി പർവ്വതം സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. നേപ്പാൾ. നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചിത്രീകരിക്കുന്ന MR ഭട്ടതിരിപ്പാടിന്റെ നാടകം. നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചിത്രീകരിക്കുന്ന MR ഭട്ടതിരിപ്പാടിന്റെ നാടകമാണ് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്നത്. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം ആരുടെ നാടകമാണ്? MR ഭട്ടതിരിപ്പാടിന്റെ നാടകമാണ് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്നത്. നവജാത ശിശുവിന്റെ ശരാശരി ഹൃദയ സ്പന്ദന നിരക്ക് എത്രയാണ്? നവജാത ശിശുവിന്റെ ശരാശരി ഹൃദയ സ്പന്ദന നിരക്ക് മിനിറ്റിൽ 130 തവണയാണ്. മിനിറ്റിൽ 130 തവണ. നാനാജാതിക്കാർക്കായി മുതിരിക്കിണർ നിർമ്മിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. നാനാജാതിക്കാർക്കായിട്ട് മുതിരിക്കിണർ നിർമ്മിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി. നാസികളെ വധിക്കാൻ ഹിറ്റ്ലർ ഗ്യാസ് ചേംബറിൽ നിറച്ച വാതകം ഏതാണ്? സരിനാണ്. സരിൻ. നാസികളെ വധിക്കാൻ ഹിറ്റ്ലർ ഗ്യാസ് ചേംബറിൽ നിറച്ച വാതകം സരിൻ. നിർഗുണോപാസന അഥവാ വിഗ്രഹമില്ലാതെയുള്ള ആരാധന പ്രചരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദനാണ്. നിർഗുണോപാസന അഥവാ വിഗ്രഹമില്ലാതെയുള്ള ആരാധന പ്രചരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെട്ടത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയുടെ പേര് സർചാർജ്. നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതി ഏതാണ്? സർചാർജ്. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി 2015 ജനുവരി 1. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നുബ്ര നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? നുബ്ര നദി സിയാച്ചിൻ മഞ്ഞുമലയിലാണ് നുബ്ര നദി ഉത്ഭവിക്കുന്നത്. സിയാച്ചിൻ മഞ്ഞുമല. പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തിയ ആദ്യ രാജ്യം ഏതാണ്? സ്വീഡനാണ്. സ്വീഡൻ. പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തിയ ആദ്യത്തെ രാജ്യമാണ് സ്വീഡൻ. പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് സ്വാമി ആനന്ദ തീർത്ഥനാണ്. പയ്യന്നൂരില് ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ആനന്ദ തീർത്ഥൻ. പട്ടാളി മക്കൾ കക്ഷി ഏത് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷിയാണ്? തമിഴ്നാട്ടിലേതാണ്. പട്ടാളി മക്കൾ കക്ഷി ഏത് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷിയാണ്? തമിഴ്നാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല എറണാകുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ലയാണ് എറണാകുളം.
പ്രീതി ഭോജനവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. പ്രീതി ഭോജനവുമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. പ്രാർത്ഥനാ മഞ്ജരിയുടെ കർത്താവ് വാഗ്ഭടാനന്ദൻ. പ്രാർത്ഥനാഞ്ജലി ആരുടെ രചനയാണ്? വാഗ്ഭടാനന്ദന്റേതാണ്. പ്രാർത്ഥനാ മഞ്ജരി, പ്രാർത്ഥനാഞ്ജലി ആരുടെ കൃതിയാണ്? വാഗ്ഭടാനന്ദൻ. ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്രോത്സവം കാൻ ഫെസ്റ്റിവൽ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്രോത്സവം. ലോകസഭയുടെ കോറം എത്രയാണ്? ലോകസഭയുടെ കോറം 55 അംഗങ്ങൾ. വേദാന്ത സാരത്തിന്റെ കർത്താവ് ചട്ടമ്പി സ്വാമികളാണ്. വേദാന്ത സാരത്തിന്റെ കർത്താവ് ചട്ടമ്പി സ്വാമികൾ. കേരളത്തിന് ലിത്തോ പ്രിന്റിംഗ് പരിചയപ്പെടുത്തിയ ജർമ്മൻ മിഷണറി ഹെർമൻ ഗുണ്ടർട്ട് ആണ്. കേരളത്തിന് ലിത്തോ പ്രിന്റിംഗ് പരിചയപ്പെടുത്തിയ ജർമ്മൻ മിഷണറിയാണ് ഹെർമൻ ഗുണ്ടർട്ട്. കേരളത്തിൽ AKG ആദ്യ കോഫി ഹൗസ് സ്ഥാപിച്ചത് എവിടെയാണ്? തൃശ്ശൂരാണ്. വർഷം 1958. കേരളത്തിൽ AKG ആദ്യത്തെ കോഫി ഹൗസ് സ്ഥാപിച്ചത് എവിടെയാണ്? തൃശ്ശൂര്. വർഷം 1958. പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല എന്ന് പരാമർശിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ രചന പ്രാചീന മലയാളമാണ്. പ്രാചീന മലയാളം. പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല എന്ന് പരാമർശിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ രചനയാണ് പ്രാചീന മലയാളം. പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൃഷിരീതിയാണ് പെർമാകൾച്ചർ. പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൃഷിരീതിയാണ് പെർമാകൾച്ചർ. പഴനി വൈഭവം രചിച്ചത് തൈക്കാട് അയ്യയാണ്. പഴനി വൈഭവം രചിച്ചത് തൈക്കാട് അയ്യ. പാപ്സ്മിയർ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ ആണ്. പാപ്സ്മിയർ ടെസ്റ്റ് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗർഭാശയ ക്യാൻസർ. പാറ്റയുടെ രക്തത്തിന്റെ നിറമില്ല. പിത്തരസം സംഭരിച്ചു വെക്കുന്ന അവയവം ഏതാണ്? ഗാൾ ബ്ലാഡർ ആണ്. പിത്തരസം സംഭരിച്ചു വെക്കുന്ന അവയവം ഗാൾ ബ്ലാഡർ. പുനർജന്മ നിരൂപണത്തിന്റെ കർത്താവ്. പുനർജന്മ നിരൂപണത്തിന്റെ കർത്താവ് ചട്ടമ്പി സ്വാമികൾ. പുനർജന്മ നിരൂപണം കർത്താവ് ചട്ടമ്പി സ്വാമികൾ. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടത് ചണ്ഡീഗഡ് ആണ്. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ ചണ്ഡീഗഡ്. ഭാരതീയ മഹിളാ ബാങ്ക് ആരംഭിച്ച വർഷം 2013. ഭാരതീയ മഹിളാ ബാങ്ക് ആരംഭിച്ച വർഷം 2013. ഭൂപടങ്ങളിലെ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളെയാണ്. ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങൾ. പ്രാചീന കാലത്ത് ദക്ഷിണ കോസലം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. പ്രാചീന കാലത്ത് ദക്ഷിണ കോസലം എന്നറിയപ്പെട്ടിരുന്നത് ഛത്തീസ്ഗഡ്. പ്രബോധ ചന്ദ്രോദയ സഭ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചത് വടക്കൻ പറവൂരാണ്. പ്രബോധ ചന്ദ്രോദയ സഭ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചത് വടക്കൻ പറവൂർ. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരത്തിന് അർഹയായത് സുഗതകുമാരിയാണ്. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരത്തിന് അർഹയായത് സുഗതകുമാരി. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ക്രിസ്തുമത ചേതനം. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ക്രിസ്തുമത ചേതനം. പേട്രിയറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. പേട്രിയറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ പൂച്ചയാണ് കോപ്പി ക്യാറ്റ്. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ പൂച്ചയാണ് കോപ്പി ക്യാറ്റ്. ലോക നാട്ടറിവ് ദിനം എന്നാണ്? ഓഗസ്റ്റ് 22. ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് 22. ലോക അൾഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ലോക അൾഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ലോക തിയേറ്റർ ദിനം മാർച്ച് 27 ലോക തിയേറ്റർ ദിനം മാർച്ച് 27. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വാന നിരീക്ഷണ കേന്ദ്രം ഏത് രാജ്യത്താണ്? ഇന്ത്യയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വാന നിരീക്ഷണ കേന്ദ്രം ഇന്ത്യയിലാണ്. പരമഭട്ടാരക ദർശനം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. പരമഭട്ടാരക ദർശനം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ.
നരകത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയാണ്. നരകത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള. പിടിയേരി സമ്പ്രദായം കൊണ്ടുവന്ന നവോത്ഥാന നായകനാണ് ചാവറയച്ചൻ. ക്രിസ്തു സഹസ്രനാമം രചിച്ചത് ചാവറയച്ചനാണ്. ക്രിസ്തു സഹസ്രനാമം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം 1903. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത് 1903 ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായലാണ്, കരുനാഗപ്പള്ളിയിൽ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായൽ, കരുനാഗപ്പള്ളി. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതി തേവാര പതികങ്ങളാണ്. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ. ശ്രീനാരായണ ഗുരു ഓം എന്നെഴുതിയ പഞ്ചലോഹ പ്രതിഷ്ഠ നടത്തിയ സ്ഥലം മുരുക്കുംപുഴയാണ്. ശ്രീനാരായണ ഗുരു ഓം എന്നെഴുതിയ പഞ്ചലോഹ പ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? മുരുക്കുംപുഴ. ശ്രീനാരായണ ഗുരു കാഞ്ചീപുരത്ത് നാരായണ സേവാശ്രമം സ്ഥാപിച്ച വർഷം 1916. ശ്രീനാരായണ ഗുരു കാഞ്ചീപുരത്ത് നാരായണ സേവാശ്രമം സ്ഥാപിച്ചത് 1916. ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം വെളുപ്പാണ്. സമാധി സമയത്ത് വെളുപ്പ്. ട്രൂമാൻ ഡോക്ട്രിൻ ഏത് രാജ്യത്തിന്റെ വിദേശ നയമായിരുന്നു? അമേരിക്കയുടേതാണ് ട്രൂമാൻ ഡോക്ട്രിൻ. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. ബ്ലാക്ക് പഗോഡ. അഭിനവ ഭോജൻ എന്നറിയപ്പെട്ടത് കൃഷ്ണദേവരായരാണ്. അഭിനവ ഭോജൻ എന്നറിയപ്പെട്ടത് കൃഷ്ണദേവരായർ. മരത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഫലമാണ് ചക്ക. മറാത്തരെ നയിച്ച വനിത താരാബായി. മറാത്തരെ നയിച്ച വനിത താരാബായി. മലബാറിൽ ആദ്യത്തെ കർഷക സംഘം രൂപം കൊണ്ടത് 1937. മലബാറിൽ ആദ്യത്തെ കർഷക സംഘം രൂപം കൊണ്ട വർഷം 1937. മലയാള വ്യാകരണം എഴുതിയ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറിയാണ് അഞ്ചലോ ഫ്രാൻസിസ് മെത്രാൻ. മലയാള മനോരമ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏത് വർഷത്തിലാണ്? AD 1890 മലയാള മനോരമ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അലക്സാണ്ടറുടെ കുതിരയുടെ പേര് ബ്യൂസിഫാലസ്. അഹമ്മദാബാദ് നഗരത്തിന്റെ പഴയ പേര് കർണാവതി. മഹാനായ അലക്സാണ്ടറുടെ മാതാവ് ഒളിമ്പിയസ്. മാർപ്പാപ്പമാർ ഏതു പട്ടണത്തിലെ ബിഷപ്പ് കൂടിയാണ്? റോമിലേതാണ്. ആസൂത്രണ കമ്മീഷൻ അംഗമായ ആദ്യത്തെ വനിതയാണ് ദുർഗാബായ് ദേശ്മുഖ്. ആസൂത്രണ കമ്മീഷൻ അംഗമായ ആദ്യത്തെ വനിത ദുർഗാബായ് ദേശ്മുഖ്. ഈ ചോദ്യത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.